നമസ്കാരം. ശ്രീകൃഷ്ണ ഡിവൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. 2026 മാർച്ച് 9 മുതൽ 15 വരെയുള്ള വാരഫലമാണ് ചിന്തിക്കുന്നത്. ജാതകത്തിലെ ദശാപഹാരങ്ങളെ അനുസരിച്ചും ജനന സമയത്തെ ഗ്രഹസ്ഥിതിക്കനുസരിച്ചും ഈ പറയുന്ന ഫലത്തിൽ വ്യത്യാസം വന്നേക്കാം. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങൾ നേരിടാമെങ്കിലും പകുതിക്കു ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിക്കണമെന്നില്ല. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടും. ആഴ്ചയുടെ അവസാനത്തോടെ പുതിയ തൊഴിലവസരങ്ങൾ തേടിവരാൻ സാധ്യത കാണുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആലോചിക്കുന്നവർക്ക് മികച്ച സമയമാണ്. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിഹരിക്കപ്പെടും. വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യതയുള്ള വാരമാണിത്. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മുമ്പ് നൽകിയ കടം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ബന്ധുക്കളുമായി ചെറിയ തർക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. കുടുംബവുമൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകളിൽ തീരുമാനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല മറുപടികൾ ലഭിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങളോ പേശീവേദനയോ അനുഭവപ്പെട്ടേക്കാം. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തുക. ഉറക്കക്കുറവ്, മാനസിക അസ്വസ്ഥത ബുദ്ധിമുട്ടിച്ചേക്കാം. ബുധനാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ഈ ആഴ്ചത്തെ ഗുണഫലം: കർമ്മരംഗത്തെ പുരോഗതി, ജാഗ്രത, മറ്റുള്ളവരുമായുള്ള സംഭാഷണങ്ങൾ. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ ശുഭകരവും സമാധാനപരവുമായ ആഴ്ചയായിരിക്കും. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും അത് ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യത കാണുന്നു. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പുതിയ നിക്ഷേപങ്ങൾക്കോ ബിസിനസ് വിപുലീകരണത്തിനോ അനുയോജ്യമായ സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭവിഹിതം വർദ്ധിക്കും. പഴയ കുടിശ്ശികകൾ പിരിഞ്ഞു കിട്ടാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക നില ഭദ്രമായിരിക്കും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭമുണ്ടായേക്കാം. മുമ്പ് നടത്തിയിരുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുറെ കാലമായി ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ഈ ആഴ്ച അവസരം ലഭിക്കും. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചിലവാക്കുന്നത് നിയന്ത്രിക്കുക. ഭൂമി ഇടപാടിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ്. വിവാഹ കാര്യത്തിൽ തീരുമാനമാകാത്തവർക്ക് അനുകൂല സാഹചര്യം ഒത്തുവരും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എങ്കിലും അമിതമായ ജോലിഭാരം കാരണം കണ്ണിനോ തലയ്ക്കോ ചെറിയ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക. ഈ ആഴ്ചത്തെ ഗുണഫലം: ആത്മവിശ്വാസം വർദ്ധിക്കുകയും തടസ്സപ്പെട്ടു കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുകയും ചെയ്യും. ജാഗ്രത: വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്.
മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യമുക്കാൽ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കുന്ന വാരമാണിത്. ജോലിയിൽ സഹപ്രവർത്തകരിൽ നിന്ന് നല്ല പിന്തുണ ലഭിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ അനുകൂലമായ സമയമാണ്. എന്നാൽ അമിത ആത്മവിശ്വാസം മൂലം തെറ്റുകൾ സംഭവിക്കാതെ നോക്കുക. കരിയറിൽ ചെറിയ സ്ഥാനചലനങ്ങൾക്കോ സ്ഥലം മാറ്റത്തിനോ സാധ്യത കാണുന്നു. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് ഈ ആഴ്ച അനുയോജ്യമാണ്. വിദേശ ബന്ധമുള്ള ബിസിനസ്സുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും അനാവശ്യ ചിലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ബജറ്റ് പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കുക. കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. പങ്കാളിയുമായി നല്ല ആശയവിനിമയം നടത്താൻ സാധിക്കും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വാരമാണിത്. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങളോ അലർജിയോ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. മാനസിക ആരോഗ്യം സൂക്ഷിക്കുക. ഈ ആഴ്ചത്തെ ഗുണഫലം: പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും സാമൂഹികമായി അംഗീകരിക്കപ്പെടാനും സാധ്യത കാണുന്നു. ജാഗ്രത: മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടുന്നത് ഒഴിവാക്കുക. പ്രധാനപ്പെട്ട രേഖകൾ കൈകാര്യം ചെയ്യുന്നത് അതീവ ശ്രദ്ധ പുലർത്തുക. ബുധനാഴ്ച മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഓം നമോ നാരായണ മന്ത്രം ചൊല്ലുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. പുണർദം അവസാനക്കാൽ, പൂയം, ആയില്യം ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ആഴ്ചയുടെ രണ്ടാം പകുതിയോടെ കാര്യങ്ങൾ അനുകൂലമായി വരും. ജോലിസ്ഥലത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. കഠിനാധ്വാനത്തിൻ്റെ ഫലം ആഴ്ചയുടെ അവസാനത്തോടെ ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ആഴ്ച അനുകൂലമാണ്. ബിസിനസ്സിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ദൂരയാത്രകൾ വഴി പുതിയ ബിസിനസ് അവസരങ്ങൾ തേടിയെത്തും. ധനപരമായ കാര്യങ്ങളിൽ വലിയ കുഴപ്പമുണ്ടാകില്ല. എങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ബന്ധുക്കളുടെ സന്ദർശനം പ്രതീക്ഷിക്കാം. വീട് നവീകരിക്കാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ സാധ്യത കാണുന്നു. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ആവശ്യമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കാണുന്നു. കൃത്യമായ ഭക്ഷണക്രമവും ഉറക്കവും ഉറപ്പ് ആക്കുക. അമിതമായ ഉത്കണ്ഠ ഒഴിവാക്കുക. ഗുണഫലം: തടസ്സപ്പെട്ട് കിടന്ന സർക്കാർ കാര്യങ്ങളിൽ തീരുമാനമാകും. ജാഗ്രത: വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തുക. വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷം കാര്യങ്ങൾ പ്രതികൂലം. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ധാരവഴിപാടായി നടത്തുന്നതും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ജോലിസ്ഥലത്ത് ഈ ആഴ്ച കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുമെങ്കിലും സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള മത്സരങ്ങൾ നേരിടേണ്ടി വന്നേക്കാം.
മേലുദ്യോഗസ്ഥരുമായുള്ള സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ ലാഭവിഹിതം വർദ്ധിക്കും. എങ്കിലും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായിരിക്കും. സാമ്പത്തികമായി ഈ വാരം മെച്ചപ്പെട്ടതായിരിക്കും. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു. ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യമായി പണം ചെലവാക്കുന്നത് ഒഴിവാക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ വൈകിയവർക്ക് ഈ ആഴ്ച ശുഭകരമായ വാർത്തകൾ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുക. ഈ ആഴ്ചത്തെ ഗുണഫലം: സാമ്പത്തിക നേട്ടം, തൊഴിൽപരമായ പുരോഗതി, കുടുംബസൗഖ്യം. ജാഗ്രത: മിതത്വം പാലിക്കുക. ചൊവ്വാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രമോ ആദിത്യഹൃദയമോ ജപിക്കുന്നത് കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രം അവസാന മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിലും ചില കരുതലുകൾ ആവശ്യമായ സമയമാണ്. തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മുടങ്ങിക്കിടന്ന പല ജോലികളും പൂർത്തിയാക്കാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടും. എങ്കിലും സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ അമിത ആത്മവിശ്വാസം ഒഴിവാക്കുന്നത് നല്ലതാണ്. വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിച്ചേക്കാം. ബിസിനസ്സിൽ പുതിയ പങ്കാളിത്തങ്ങൾ ഗുണകരമായിരിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുയോജ്യമായ സമയമാണ്. അപ്രതീക്ഷിതമായ ചിലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുന്നത് ജാഗ്രത വേണം. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. പ്രണയബന്ധങ്ങൾ ദൃഢമാകും. തെറ്റിദ്ധാരണകൾ മാറും. വിവാഹാലോചനകളിൽ പുരോഗതിയുണ്ടാകും. അനുയോജ്യമായ ആലോചനകൾ ഈ വാരം വന്നേക്കാം. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ വാരമാണിത്. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്നു. മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നട്ടെല്ല് അല്ലെങ്കിൽ സന്ധി സംബന്ധമായ വേദനകൾ ശ്രദ്ധിക്കുക. വിശ്രമം ആവശ്യമാണ്. ഈ ആഴ്ചത്തെ ഗുണഫലം: തൊഴിൽ പുരോഗതി, അപ്രതീക്ഷിത സഹായം, യാത്രകളിൽ നിന്ന് ലാഭം. ജാഗ്രത: സംസാരത്തിൽ മിതത്വം പാലിക്കുക. ധനമിടപാടുകളിൽ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാർക്ക് പൊതുവെ സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് ഉണർവ് നൽകുമെങ്കിലും ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. ജോലിയിൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കണമെന്നില്ല. അതിനാൽ സ്വന്തം കാര്യങ്ങൾ സ്വയം ശ്രദ്ധിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾക്ക് ഈ വാരം അത്ര അനുയോജ്യമല്ല. നിലവിലുള്ള രീതിയിൽ മുന്നോട്ടു പോകുന്നത് ഗുണകരമായിരിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ സുതാര്യത ഉറപ്പാക്കുക. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരാൻ സാധ്യതയുള്ള വാരമാണിത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പണം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നത് അല്പം ആശ്വാസം നൽകും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും. ബന്ധുക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നു. വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ താമസം നേരിടാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിടും. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം കിട്ടും. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ അമിതമായ മാനസിക സമ്മർദ്ദമോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ശ്രദ്ധിക്കുക.
ഈ ആഴ്ചത്തെ ഗുണഫലം അംഗീകാരങ്ങൾ ലഭിക്കും. ജാഗ്രത. സാമ്പത്തിക ഇടപാടുകൾ. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ബുധനാഴ്ച അല്പം ജാഗ്രത ആവശ്യമാണ്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. വിശാഖം അവസാനകാൽ. അനിഴം തൃക്കേട്ടക ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. അനാവശ്യ വാശികൾ ഒഴിവാക്കുന്നത് ഗുണകരമായിരിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യത കാണുന്നു. എന്നിരുന്നാലും സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ്. പഴയ തടസ്സങ്ങൾ നീങ്ങുകയും ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും. വിദേശത്ത് നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കുന്നവർക്ക് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചപ്പെടും. വരുമാനത്തിൽ വർധനവുണ്ടാവുമെങ്കിലും ആഡംബര വസ്തുക്കൾക്കായി അനാവശ്യ ചിലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ മാറും. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. പേശീവേദനയോ രക്തസമ്മർദ്ദ സംബന്ധമായ അസ്വസ്ഥതകളോ വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കൃത്യമായ ഭക്ഷണക്രമം വിശ്രമവും അത്യാവശ്യമാണ്. ഗുണഫലം. കാര്യവിജയം. ധനലാഭം. ജാഗ്രത. കോപം നിയന്ത്രിക്കുക. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തിനു ശേഷം കാര്യങ്ങൾ പ്രതികൂലം. ശനിയാഴ്ച അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. മൂലം. പൂരാടം. ഉത്രാടം ആദ്യകാൽഭാഗം ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ ഗുണകരമായ മാറ്റങ്ങളുടെ സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണം. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിവരും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കും. മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയ കരാറുകൾ ഒപ്പിടാൻ അനുയോജ്യമായ സമയമാണ്. എന്നാൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് വിദഗ്ധോപദേശം നടത്തുന്നത് ഉത്തമമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് ധനലാഭമുണ്ടാകും. എന്നിരുന്നാലും കുടുംബാവശ്യങ്ങൾക്കായി വലിയൊരു തുക ചെലവാക്കേണ്ടി വന്നേക്കാം. കടബാധ്യതകൾ തീർക്കാൻ ഈ വാരം ശ്രമിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും. ബന്ധുക്കളുമായി ചേർന്ന് തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ പോകാനോ സാധിക്കും. മക്കളുടെ കാര്യത്തിൽ അഭിമാനം തോന്നും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണിത്. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അത് വേഗത്തിൽ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. നടുവേദനയോ സന്ധിരോഗങ്ങളോ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ഉദരസംബന്ധമായ പ്രശ്നം ഒഴിവാക്കാൻ സഹായിക്കും. ഈ ആഴ്ചത്തെ ഗുണഫലം. ആത്മവിശ്വാസം. ധനയോഗം. ജാഗ്രത. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ. ചൊവ്വാഴ്ച രാത്രിക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. ഉത്രാടം അവസാന മുക്കാൽ. തിരുവോണം അവിട്ടം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാവുന്നതാണ്. ചില കാര്യങ്ങളിൽ മന്ദത അനുഭവപ്പെട്ടേക്കാമെങ്കിലും കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന വാരമായിരിക്കും. ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കാൻ സാധ്യത കാണുന്നു. അധിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. എങ്കിലും നിങ്ങളുടെ പ്രകടനം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുന്നത് ഉദ്യോഗക്കയറ്റത്തിന് സഹായിക്കും. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉടൻ പ്രതീക്ഷിക്കരുത്. നിലവിലുള്ള ഇടപാടുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. പുതിയ പങ്കാളിത്ത കരാറുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുക. വരുമാനത്തിൽ അപ്രതീക്ഷിതമായ വർധനവ് ഉണ്ടാകും.
ഉണ്ടാകും. എങ്കിലും വരവിനേക്കാൾ ചിലവ് കൂടാൻ സാധ്യത കാണുന്നു. അനാവശ്യ ആഡംബരങ്ങൾ ഒഴിവാക്കുക. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് നേരിയ ലാഭം പ്രതീക്ഷിക്കാം. പഴയ കടങ്ങൾ തിരിച്ചടക്കാൻ അവസരമുണ്ടാകും. കുടുംബത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ജീവിത പങ്കാളിയുടെ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യത കാണുന്നു. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ കാലുകൾക്ക് വേദനയോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. അലർജി സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ അല്പം ശ്രദ്ധിക്കുക. ഈ ആഴ്ചത്തെ ഗുണഫലം: കാര്യപ്രാപ്തി, ജാഗ്രത, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ബുധനാഴ്ച സൂര്യോദയത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ ശാസ്ത്ര ദർശനം നടത്തുന്നതും നീരാഞ്ജനം വഴിപാടായി നടത്തുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. അവിട്ടം അവസാന പകുതി, ചതയം പൂരിട്ടാതി ആദ്യ മുക്കാൽ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരം സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിലും അപ്രതീക്ഷിത ഭാഗ്യം തേടിവരാൻ സാധ്യത കാണുന്നു. ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നു. എന്നാൽ മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക. പുതിയ നിക്ഷേപങ്ങൾക്കും ബിസിനസ് വിപുലീകരണത്തിനും ഈ വാരം അനുയോജ്യമാണ്. കൂട്ടായ പരിശ്രമങ്ങൾ വിജയം കാണും. IT, നിർമ്മാണ മേഖലകളിൽ ഉള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക നില മെച്ചപ്പെടും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. എങ്കിലും ആഡംബരങ്ങൾക്കായി പണം ചിലവഴിക്കുന്നത് നിയന്ത്രിക്കുക. കുടുംബത്തിൽ മുതിർന്നവർക്കായി പണം ചിലവഴിക്കേണ്ടി വരും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് ഉത്തമമായിരിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. അപ്രതീക്ഷിത അതിഥികൾ കുടുംബത്തിൽ വരാൻ സാധ്യത കാണുന്നു. ദൂരയാത്ര പോകാൻ അവസരം ഉണ്ടാകും. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. രാത്രി വൈകിയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും ആവശ്യമാണ്. ഗുണഫലം: ആത്മവിശ്വാസം വർദ്ധിക്കും. ജാഗ്രത, സാമ്പത്തിക ഇടപാട്. ബുധനാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നതും നീരാഞ്ജനവും എള്ളുതിരി കത്തിക്കുന്നതും ദോഷഫലം കുറയ്ക്കുന്നതിനും കാര്യതടസ്സം മാറാനും ഉത്തമമാണ്. പൂരുരുട്ടാതി അവസാനക്കാൽ, ഉത്രട്ടാതി, രേവതി ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് സമ്മിശ്ര ഫലം പ്രതീക്ഷിക്കാം. ജോലിയിൽ സ്ഥലം മാറ്റത്തിനോ സ്ഥാനമാറ്റത്തിനോ സാധ്യത കാണുന്നു. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കാൻ അല്പം താമസം നേരിട്ടേക്കാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉദ്യോഗത്തിൽ ഗുണകരമാകും. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾക്ക് ഈ വാരം ഒഴിവാക്കുന്നത് ഉത്തമമാണ്. നിലവിലുള്ള ഇടപാടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വിദേശ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. എങ്കിലും വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുള്ള വാരമാണിത്. അപ്രതീക്ഷിതമായി ചില വൈദ്യച്ചെലവുകളോ യാത്രാ ചെലവുകളോ വരാം. ലോട്ടറി, ഓഹരി വിപണി തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ പണം നിക്ഷേപിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ആവശ്യമാണ്. വീട് പണിയാനോ പുതുക്കി പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം കുറയാൻ സാധ്യത കാണുന്നു. ഏകാഗ്രതയോടുള്ള പഠനം അധ്വാനവും പരീക്ഷകളിൽ ജയം നൽകും. കാൽമുട്ട് വേദന, പാദങ്ങളിൽ നീര് അല്ലെങ്കിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ദൂരയാത്രകൾ പോകുമ്പോൾ വിശ്രമം ഉറപ്പാക്കുക. ഈ ആഴ്ചത്തെ ഗുണഫലം: ഈശ്വരാധീനമുണ്ടാകും. ജാഗ്രത, സാമ്പത്തിക നിയന്ത്രണം. വ്യാഴാഴ്ച മധ്യാഹ്നത്തിനു ശേഷം കാര്യങ്ങൾ അനുകൂലം. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുന്നതും കാര്യതടസ്സം മാറാൻ ഉത്തമമാണ്. എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നന്ദി, നമസ്കാരം.